ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. ഈ ഈസ്റ്ററിന്റെ നിശബ്ദതയിൽ ക്രിസ്ത്യൻ വർഷത്തിന്റെ വിശുദ്ധ ചക്രത്തിനുള്ളിൽ അഗാധമായ ഒരു രഹസ്യത്തിന്റെ ഉമ്മറപ്പടിയിൽ നാം സ്വയം കണ്ടെത്തുന്നത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. ഇവിടെ ഈ നിമിഷങ്ങളുടെ മധ്യത്തിൽ പ്രതീക്ഷകൾ നവീകരണവുമായി ഇഴചേർന്നിരിക്കുന്നു. അവിടെ ജീവിതത്തിന്റെ സത്ത മരണത്തിന്റെ നിഴലിനുമേൽ വിജയം ഉറപ്പിക്കുകയാണ്. ഉയർപ്പ് ഈ തിരിച്ചറിവിൽ ഒരു വഴിവിളക്കായി നിലകൊള്ളുന്നു. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നാം സ്വയം ആശ്രയിക്കുന്നതിൽ നിന്ന് ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസത്തിലേക്കുള്ള പരിവർത്തനം മാത്രമല്ല, മറിച്ച് ഇരുട്ടിൽ നിന്നും പരാജയത്തിൽ നിന്നും വെളിച്ചത്തെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ കഴിവിൻ്റെ സവിശേഷത ഇവിടെ പ്രകടമാണ്. ക്രിസ്തുവിൻ്റെ ബലിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ മരിച്ചത് നാം ചെയ്ത നമ്മുടെ പരസ്പരം ഉള്ള പാപങ്ങളെയാണ് നാം ഓർക്കുന്നത്. ഈ തിരിച്ചറിവ് സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണയിലേക്ക് നമ്മെ വിളിക്കുന്നു. ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഉപരിതലത്തിനപ്പുറം കാണുവാനും താഴേക്കിടക്കുന്ന ആത്മീയ പോരാട്ടങ്ങളെ തിരിച്ചറിയുവാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. തന്നോട് തെറ്റ് ചെയ്തവരോട് ക്രിസ്തു സ്നേഹവും ക്ഷമയും നൽകിയതുപോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഈസ്റ്ററിൽ നാം പുനരുദ്ധാനം ആഘോഷിക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ വികസിക്കുന്ന വ്യക്തിപരമായ പുനരുദ്ധാനങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ദൈവം കാണുന്ന യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന കൃപയുടെ ആ ദിവ്യ നിമിഷങ്ങളെ. നമ്മുടെ ആത്മീയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഈസ്റ്റർ പ്രഖ്യാപനത്തിന്റെ ശാശ്വതമായ പ്രസക്തിയുടെ ഒരു ജീവനുള്ള സാക്ഷ്യമായി നിലകൊള്ളുന്നു. ദൈവത്തിന് വഴങ്ങുമ്പോൾ നമ്മുടെ ഏകാന്തതയെ മറികടക്കുന്ന വീണ്ടെടുപ്പിന്റെയും സ്നേഹത്തിന്റെയും മണ്ഡലത്തിലേക്ക് നാം ഉയർന്ന് കയറി വരുന്നു. പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയാലും നവീകരണത്തിന്റെ വാഗ്ദാനത്താലും ഉയർത്തപ്പെട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഈ സത്യത്തിന്റെ ആശ്ലേഷത്തിലാണ് നമ്മുടെ മനക്കരുത്ത്. ഈ ഈസ്റ്റർ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സന്തോഷവും ശാന്തതയും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. നമ്മുടെ യാത്രയുടെ ഓരോ ഭാഗത്തും നമ്മുടെ അനിശ്ചിതത്വങ്ങളെ വിശ്വാസമായും നമ്മുടെ നിരാശയെ പ്രത്യാശയായും നമ്മുടെ അവസാനങ്ങളെ പുതിയ തുടക്കങ്ങളായി മാറ്റുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ പ്രത്യാശയിൽ ജീവിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.